നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. EV പെർഫെക്റ്റ് ആണോ? ഒരിക്കലുമല്ല. പക്ഷേ അതിൻ്റെ ചില ഫീച്ചേഴ്സ് നമ്മളെ അതിലേക്ക് ആകർഷ്ടരാക്കാറുണ്ട്. നമുക്ക് നമ്മുടെ വണ്ടിയിൽ ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായ ഫീച്ചേഴ്സ് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇത് എൻ്റെ വണ്ടിയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വണ്ടിയുടെ ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്ത ഫീച്ചേഴ്സും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമുക്കതൊരു ചെറിയൊരു ചർച്ചയാക്കി തന്നെ മാറ്റാം. അപ്പം എല്ലാവരെയും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ EVയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അതിൻ്റെ കംഫർട്ടാണ്. എത്ര ദൂരം നമ്മൾ യാത്ര ചെയ്താലും നമ്മളൊക്കെ ഒരു ക്ഷീണവും വരുത്താതെ നമ്മളെ കൊണ്ടുപോകുന്ന ആ ഒരു കംഫർട്ടാണ് എൻ്റെ ടാറ്റ നെക്സോണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ഇത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് അതിൻ്റെ ഫ്രണ്ട് സീറ്റും ബാക്ക് സീറ്റും ഒരുപോലെ കംഫർട്ടബിളാണ്. എത്ര യാത്ര ചെയ്താലും മടുക്കില്ല. പിന്നെ അടുത്ത ഏറ്റവും എല്ലാവരും ഇഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് EVയുടെ റണ്ണിങ് കോസ്റ്റ്. EVയെ സംബന്ധിച്ച് വളരെ കുറവാണ് കമ്പയർ ടു IC എൻജിൻ. അപ്പം റണ്ണിങ് കോസ്റ്റിൻ്റെ കാര്യമാണ്. അതിനകത്ത് സർവീസും വരും. സർവീസിന് പാർട്സൊക്കെ വാറണ്ടി കഴിഞ്ഞ് മാറേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമുക്ക് വേറെ കംപ്ലൈൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും വന്നില്ലെങ്കിൽ EV ലാഭം തന്നെയാണ്. EV കംപ്ലൈൻറ്റ് വന്നാൽ എത്ര കണ്ട് ലാഭമാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ വാഹനത്തിന് ഇന്ധനം നിറയ്ക്കാം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. അതായത് നമ്മൾ പെട്രോൾ പമ്പുകളിലോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തോ ഒന്നും പോകേണ്ട ഒരു കാര്യമില്ല. നമുക്ക് നമ്മുടെ വണ്ടിയിൽ ഫ്യൂവൽ നിറയ്ക്കാൻ നമ്മുടെ വീട്ടിൽ തന്നെ പറ്റുന്നതാണ് EVയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻറ്റ്. അത് നമ്മൾ സോളാറും കൂടെ വെച്ചാൽ 0 കോസ്റ്റിൽ നമുക്കത് ഫില്ല് ചെയ്യാൻ പറ്റും. ഒരിക്കൽ ഇപ്പം നെക്സോൺ EV പ്രൈം എന്നുള്ള നിലയിൽ ഒരിക്കൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 190-200 കിലോമീറ്റർ ഫ്രീ ഓഫ് കോസ്റ്റിൽ പോകും. അപ്പോൾ അതൊക്കെ വളരെ ഇഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. പിന്നെ EVയിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഡ്രൈവിംഗ് കംഫർട്ട്, ഇൻസ്റ്റൻറ്റ് ടോർക്ക്, അതുപോലെ സൈലൻ്റ് ആയിട്ടുള്ള ക്യാബിൻ, സൈലൻ്റ് ആയിട്ടുള്ള ഡ്രൈവ്. എവിടെ പോയാലും ഒച്ചയും ബഹളവും ഒന്നുമില്ല. ആക്സലേഷൻ എത്ര കൊടുത്താലും കൂടുതൽ ഒച്ചയൊന്നും ക്യാബിനിലേക്ക് വരുന്നില്ല. ഇതൊക്കെ നമ്മുടെ EVയെ നമ്മളോട് ഏറ്റവും അട്രാക്ഷൻ തോന്നിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇത് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. കാണുന്നവരെല്ലാവരും അവരവരുടെ EVയെ പറ്റി കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നല്ലതും ചീത്തയും എല്ലാ EVകൾക്കും ഉണ്ട്. അപ്പം എല്ലാവരുടെയും കമൻറ്റും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ സൈലൻറ്റ് ക്യാബിൻ ആയതുകൊണ്ട് EVയിലെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ മ്യൂസിക്കിൻ്റെ ഒരു ക്വാളിറ്റി അതും ഭയങ്കര വലുതാണ്. അപ്പം ആ രീതിയിലും മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ആ ഒരു ലെവലിൽ നമ്മൾ വളരെ ഹാപ്പിയാണ്. അതുപോലെ EV നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ EVയും കൊണ്ട് ഏത് സ്ഥലത്ത് വേണമെങ്കിലും പോകാം. ചാർജിങ് സ്റ്റേഷനുള്ള ഏത് സ്ഥലത്തും നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ആ പോകുമ്പോൾ നമുക്കാണെങ്കിലും ഉണ്ടാകുന്ന ചിലവും വളരെ കുറവായിരിക്കും കമ്പയർ ടു IC എൻജിൻസ്. എൻ്റെ EVയിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആക്ച്വേറ്ററാണ്. അതിൻ്റെ ചാർജിങ് പോർട്ടിൻ്റെ ലൊക്കേഷനും അത് ചാർജിങ് പോർട്ട് കവർ ചെയ്യാതെ ഞങ്ങൾക്ക് തന്നതുമാണ് എൻ്റെ വണ്ടിയിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടാത്തത്. അത് നെക്സോണിലും ടിയാഗോയിലും ടിഗോറിലും എല്ലാം ഈ അനുഭവം തന്നെയായിരിക്കും കസ്റ്റമേഴ്സിനുള്ളത്. കാരണം മഡും ചെളിയെല്ലാം കയറി അവിടെ സ്റ്റക്കായി കഴിഞ്ഞാൽ ഗണ്ണ് ഊരിപ്പോരുകയില്ല. എന്നാൽ അത് ഊരാനായിട്ടുള്ളൊരു ഓപ്ഷൻ മര്യാദയ്ക്ക് അത് ഡിക്കിന്നോ വല്ലതും സെറ്റ് ചെയ്യാനായിട്ടുള്ളതിന് പകരം കൈ ഈ ചള്ളക്കകത്തൂടെ ഓടിയ വണ്ടിക്ക് അടിയിൽ കൂടെ കൈ ഇട്ട് വലിച്ച് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് നമുക്ക് നിലവിൽ വന്നേക്കുന്നത്. പഴയ വണ്ടികൾക്ക് ടാറ്റ ഒരു ചെറിയൊരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടും കാര്യമൊന്നുമില്ല. ബാക്കിൽ കൂടെ നല്ലപോലെ ചെളി കയറും. പുതിയ വണ്ടിക്കും ആ പീസ് ഒന്ന് കൂട്ടിമുട്ടിച്ചെന്നുള്ളതല്ലാതെ അതിന് വേറെ വലിയ ബെനിഫിറ്റ് ഒന്നും കാര്യമായിട്ടില്ല. ഞാൻ പറഞ്ഞ അനുഭവം തെറ്റാണെങ്കിൽ പുതിയതായിട്ട് മേടിച്ച ഈ നെക്സോൺ EV ഉള്ളവരും ഒരു അഭിപ്രായം പറയട്ടെ. അന്നേരം നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇത്തരം റിസോഴ്സസും കാര്യങ്ങളും ഉള്ളവർക്ക് അത് ആ ബൂട്ടിൽ നിന്ന് അൺലോക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ ഒരു പാടുമില്ലായിരുന്നു. പക്ഷേ അവരത് ചെയ്തില്ല. നമ്മൾ കൈയിട്ട് ചള്ളക്കകത്തോടെ കൈയിട്ട് വലിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ. ഇപ്പോഴത്തെ പുതിയ 45-ന് പോലും. സീറയുടെയൊക്കെ കാര്യം വരുമ്പം മാറ്റി ചിന്തിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അതിൻ്റെ അടിവശം കണ്ടില്ല. കണ്ടു കഴിയുമ്പോൾ അതിനും ഒരു അഭിപ്രായം പറയാം. അതുപോലെ പിന്നെ ഞാൻ ഒരു പ്രയോജനം ഇല്ലാതെ വെച്ചേക്കുന്ന ഒരു സാധനമാണ് റിയർ AC. ആ നടുക്കിരിക്കുന്ന ആൾക്ക് വല്ല പ്രയോജനം ഉണ്ടാകും എന്നുള്ളതല്ലാതെ പുറത്ത് ബാക്കിലിരിക്കുന്ന എല്ലാവർക്കും അതിൻ്റേതായ ഒരു ഗുണവും കിട്ടത്തില്ല. അതേസമയം അത് നമ്മുടെ B പില്ലറിലോ അല്ലെങ്കിൽ റൂഫേലോ വല്ലതും ആയിരുന്നെങ്കിൽ മാക്സിമം കംഫർട്ട് കിട്ടിയാണ് ബാക്കിലിരിക്കുന്നവർക്ക്. അതാണ് എനിക്ക് എൻ്റെ വണ്ടിയിൽ ആ ഒരു 2 കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. പിന്നെ അടുത്തത് എൻ്റെ EVയിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പല എറേഴ്സും വരും. അതെന്തിനാണെന്നുള്ളത് നമുക്കും അറിയത്തില്ല, സർവീസ് സെൻ്ററുകാർക്കും അറിയത്തില്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതുപോലെ നമ്മുടെ വണ്ടിയിൽ വരുന്ന വാർണിങ്സ്
ലിംബ് മോഡ് ആയിക്കോട്ടെ, ഹൈ വോൾട്ടേജ് എറർ ആയിക്കോട്ടെ, ഇതൊക്കെ ഒരു സ്പെസിഫിക് റീസണും കൊണ്ട് വരുന്നതല്ല. ആ ഒരു സ്പെസിഫിക് റീസൺ ആണെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാനും അത് റെക്ടിഫൈ ചെയ്യാനും എളുപ്പമുണ്ട്. ഇത് എന്തുകൊണ്ട് വന്നെന്നുള്ളത് ആർക്കും അറിയാൻ മേലാത്തൊരു സാഹചര്യം വണ്ടി തരുന്നുണ്ട്. അതുപോലെ 3000 സൈക്കിൾസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ഇതുവരെ ഒരു വണ്ടിയും ഫുൾ 3000 സൈക്കിൾസ് ഓടിക്കാൻ പറ്റും, കംപ്ലൈൻ്റ് ഇല്ലാതെ ഓടിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു ഇറങ്ങി ഒരു 60, 70, 80 കിലോമീറ്ററൊക്കെ കഴിയുമ്പോൾ മിക്ക വണ്ടികളുടെയും ബാറ്ററി പോകുന്നുണ്ട്. വാറണ്ടി ഉള്ളപ്പം ഇതൊന്നും ഒരു പ്രശ്നമല്ല. വാറണ്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിതെല്ലാം കാശ് കൊടുത്ത് ചെയ്യേണ്ടി വരുമ്പോഴാണ് നമുക്കിതെല്ലാം ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. കാരണം EVയെ സംബന്ധിച്ച് EVയുടെ പാർട്സ് എല്ലാം നല്ല വിലയുണ്ട്. അപ്പം നമുക്കതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ കാശ് മുടക്കേണ്ടി വരുമ്പം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം വെള്ളം കയറിയാൽ പോലും നമ്മൾ കാശ് കൊടുത്ത് റിപ്പയർ ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. കാരണം വെച്ചാൽ IP67 റേറ്റിംഗ് ആണ് അവർ പറഞ്ഞേക്കുന്നത്. അതൊന്നും എല്ലാ സമയത്തും എല്ലാവർക്കും ഒന്നും ഫങ്ഷൻ ചെയ്യുന്നില്ല. അതുപോലെ നിങ്ങളുടെ EVകൾക്കും ഇതുപോലെ നല്ലതും ചീത്തയും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇതാണ് എൻ്റെ ഒരു വണ്ടി ഉപയോഗത്തിന് ഞാൻ മനസ്സിലാക്കിയേക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നങ്ങൾ. ദൈവാനുഗ്രഹിച്ച് വേറെ ഇഷ്യൂസൊന്നും നിലവിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ഹാപ്പി ആയിട്ട് പോകുന്നു. 2,30,000 കിലോമീറ്റർ വരെ ഓടിച്ചിട്ടും ദൈവാനുഗ്രഹം കൊണ്ട് ഒരു ബാറ്ററി മാറിച്ചാൽ മാത്രമേ മാറേണ്ടി വന്നുള്ളൂ. ഈ ബാറ്ററി റിപ്പയർ ചെയ്തിട്ടും പിന്നെ അത് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ യാത്രയിൽ പലയിടത്തും പലരുടെ അഭിപ്രായങ്ങളും എല്ലാം നമ്മൾ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം. ഇതൊരു നെഗറ്റീവ് വീഡിയോ ആയിട്ട് എടുക്കണ്ട. നല്ലതും ചീത്തയുമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ വണ്ടി തരുന്നത് എന്താണെന്നുള്ളത് പറ്റിയുള്ളൊരു വീഡിയോയാണ്. അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങളും രേഖപ്പെടുത്തുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.